എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്കും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വാസ്ലിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസറാണ്. നല്ല സൂപ്പർ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് നല്ല മോയ്സ്ചറൈസറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോട്ടസിൻ്റെ വൈറ്റനിങ് ഗ്ലോ ക്രീമുണ്ടല്ലോ, വൈറ്റനിങ് ക്രീമുണ്ടല്ലോ, ആ ക്രീമാണ് ഉപയോഗിക്കുന്നത്. അത് നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ മുഖത്തെ പാടുകളും കുരുക്കളും എല്ലാം മാറും. നല്ല സൂപ്പർ റിസൾട്ടാണ്. ഞാനത് ഉപയോഗിച്ചിട്ട് പറയുകയാണ്. അതിന് ശേഷം നമുക്ക് നമ്മുടെ പുരികം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ ആണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാവരും ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൗൺ ആണ്. അതിനുശേഷം നമുക്ക് ഐലൈനർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ മുകളിൽ നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. താഴെ ലാക്മിയുടെ കാജലാണ് ഉപയോഗിക്കുന്നത്. ചെറിയ രീതിയിൽ, വലിയ ഇതിലല്ല, ചെറിയ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ടാൽക്കം പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വരുന്ന ലിപ്സ്റ്റിക്കാണ്. നമ്മളുടെ ലിപ് ലൈനർ ഉപയോഗിച്ച് നമ്മുടെ ലിപ്പൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ 42 ആണ്, DLCO 42 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ലിപ്സ്റ്റിക്ക് തന്നെയാണത്. ഞാൻ ഉപയോഗിക്കുന്നത് അതാണ്. എന്നുവെച്ചാൽ ഞാനത് മാത്രമല്ല ഉപയോഗിക്കുന്നത്, കുറേ ലിപ്സ്റ്റിക്കുണ്ട്. അത് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ ലിപ്സ്റ്റിക്കാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ലാസ്റ്റ് പറയുന്നത്, ചെറിയ രീതിയിൽ ഞാൻ ലിപ്സ്റ്റിക് എടുത്തൊന്ന് ബ്ലഷ് ചെയ്തിട്ട് ബ്ലഷായിട്ട് ഉപയോഗിച്ച് ഗേസ് ഇച്ചിരി ഓവറായെന്നൊരു സംശയമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, സെറ്റായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മുടിയൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ എൻ്റെ ഒരുക്കം കഴിഞ്ഞു.